മിനിറ്റുകൾക്കുള്ളിൽ ചപ്പാത്തി എങ്ങനെ കുഴച്ചെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഒരു സ്പൂൺ വെച്ചിട്ട് ഈ മാവ് ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം വെള്ളം നമ്മൾ മുകളിലല്ലോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് അടിക്കാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തുമ്മയും പിടിക്കണം എന്നൊന്നുമില്ല, അങ്ങനെ ഇളക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വെള്ളം ആയാൽ മതി. എന്നിട്ട് നമ്മൾ മിക്സിയിൽ പൾസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോഴാണ് നമ്മളുടെ അരഞ്ഞു കിട്ടുന്നത്. അതിന് പകരം ലെഫ്റ്റിലേക്ക് ജസ്റ്റ് ഒരു 4-5 പ്രാവശ്യം പൾസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടും. കണ്ടോ, എവിടെയും മിക്സിയിൽ ഒട്ടിപ്പിടിക്കുക, അതിൻ്റെ ബ്ലേഡിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒന്ന് നമുക്ക് കുഴഞ്ഞ് കിട്ടുന്നുണ്ട്. ഇത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് കുഴച്ചെടുക്കുക. അത് ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് എന്നിട്ട് ഞാനൊന്ന് എണ്ണ പുരട്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിനി വലിയൊരു ക്വാണ്ടിറ്റിയിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതായത് 3 കപ്പ്, ഞാൻ നേരത്തെ 1 കപ്പാണ് ചെയ്തത്. അപ്പോൾ 3 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിടുന്നത് 1/2 കപ്പ് വെച്ചിട്ടാകുമ്പോൾ 1.5 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് വലിയ പണിയൊന്നുമില്ല. അതേപോലെ മിക്സി കേടാവൊന്നുമില്ല. ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതേ മെത്തേഡാണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമ്മൾക്ക് എപ്പോഴും ചപ്പാത്തി കുഴക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ട് വേണം ചപ്പാത്തി കുഴക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിലും പിടിച്ച് ഒരു പരുവത്തിൽ നമുക്ക് ആദ്യം കുഴച്ച് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് 1-2 മിനിറ്റ് മാത്രം ആ മാവിന് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പിന്നെ ഇട്ട് കുഴയ്ക്കുന്നത്. ഒരു പാത്രത്തിലിട്ടോ അല്ലെങ്കിൽ ഒരു സ്ലാബും വെച്ചിട്ടോ കുഴച്ചെടുക്കുന്നത്. ഇത് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനൊരു 4 മണിയൊക്കെ ആകുമ്പോൾ കുഴച്ച് വെച്ചാൽ ഒരു 6 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് അപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം തന്നെ ഉണ്ടാക്കിയാലും നല്ല പൊള്ളച്ച് വരുന്ന ചപ്പാത്തി നമുക്ക് ഈ മാവിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ആൾക്കാർ ഡയറ്റ് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് ചപ്പാത്തി കഴിക്കുന്നവരുണ്ട്. മിക്കവരും രാത്രിയാണ് ചപ്പാത്തി കഴിക്കുന്നത്. അപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കാനൊക്കെ ടൈം ഒരുപാട് പോകും. അതിലും ഏറ്റവും നല്ല സുഖമാണ്. ഇതേപോലെ മിക്സിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ മിക്സി കഴുകാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. മിക്സിയുടെ അടിഭാഗത്തോ നമ്മുടെ ബ്ലേഡിൻ്റെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാനിതിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ് നിങ്ങൾക്ക്. ജസ്റ്റ് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് പൊളച്ച് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, മിക്സിയിൽ ചെയ്യുന്നെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ചില പൊടിക്ക് ചിലപ്പോൾ 1 സ്പൂണോ 1.5 സ്പൂണോ വെള്ളം കുറവ് മതിയാവും. അതായത് ഞാൻ പിൽസ്ബറിയുടെ ആട്ട ഉപയോഗിച്ചിരുന്നപ്പോൾ നമ്മൾ 1/2 കപ്പ് ഫുള്ള് വേണ്ട, അതിൽ നിന്ന് 1 സ്പൂൺ മാറ്റിയിട്ടുള്ള വെള്ളം മതിയായിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പൊടി അതിലേക്ക് ഇട്ടാലും മതിയാവും. പക്ഷെ എന്നാലും അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണം ആദ്യം നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്യുക എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത്. അതൊന്നും മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതാ നല്ലോണം പൊളച്ചിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കണേ. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.